കേരളത്തിൽ ഫോക്ക്ലോർ ഡോക്യുമെൻ്റ് ചെയ്യുകയും അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യുന്ന പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ട് ഏകദേശം 3/4 നൂറ്റാണ്ടായി, 75 വർഷത്തോളമായി. ഏകദേശം 40 വർഷമായിട്ട് ഒരു അക്കാഡമിക് പഠന മേഖല എന്ന നിലയിൽ ഫോക്ക്ലോർ നമുക്ക് കേരളത്തിൽ പരിചിതമാണ്. എന്നാൽ പുതിയ മാധ്യമങ്ങളിലേക്ക് ഫിലിം, ഡിജിറ്റൽ ഫിലിം എന്ന മാധ്യമത്തിലേക്ക് ഫോക്ക്ലോറിൻ്റെ ഡോക്യുമെൻറ്റേഷനും ഫോക്ക്ലോർ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യമായ സാംസ്കാരികമായ തലങ്ങളും അന്വേഷിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ താരതമ്യേന കഴിഞ്ഞ ഒരു 15-20 വർഷമായിട്ട് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണ്. നമ്മളിവിടെ തൃശ്ശൂർ ഫോക്ക്ലോർ ഫിലിം ഫെസ്റ്റിവൽ 8 വർഷം മുമ്പ് ആരംഭിക്കുമ്പോൾ ഇത്തരത്തിലൊരു സംരംഭം കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതായിരിക്കണം. കാരണം ഇങ്ങനെ ഒരു വിഭാഗം സിനിമയ്ക്കുള്ളിൽ നിലകൊള്ളുന്നുണ്ട് എന്ന് പൊതുവിൽ മാധ്യമപ്രവർത്തകരോ ഫോക്ക്ലോറിസ്റ്റുകളോ പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല. അങ്ങനെ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തൃശ്ശൂരിൽ ഒരു ഫോക്ക്ലോർ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത്. ഫോക്ക്ലോർ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അതിൽ ഫോക്ക് എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യതിചലിച്ച് നിൽക്കുന്ന വ്യത്യസ്തമായ അനേകം സാമൂഹ്യ വിഭാഗങ്ങളുടെ, ഗോത്രങ്ങളുടെ, ജാതികളുടെ ഒക്കെ കലകൾ മാത്രമല്ല, അവരുടെ ജീവിതം, അവരുടെ അനുഷ്ഠാനങ്ങൾ, അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ഫോക്ക്ലോർ ഫിലിം എന്ന് പറയുന്നത് സാധാരണ മുഖ്യധാരാ സിനിമയിൽ നിന്ന് സത്യത്തിൽ ചില കാര്യങ്ങളിൽ മാത്രമേ വേർതിരിഞ്ഞ് നിൽക്കുന്നുള്ളൂ. ചിലപ്പോൾ മുഖ്യധാരാ ചിത്രത്തിലും നമുക്ക് ഫോക്ക്ലോറിൻ്റെ അനുഭവം അതിൻ്റെ മുഖ്യ പ്രമേയമായിട്ടും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഫോക്ക്ലോർ ഫിലിം ഫെസ്റ്റിവലിൽ ചില ഫീച്ചർ ചിത്രങ്ങളുണ്ട്, ഒപ്പം തന്നെ ധാരാളം ഷോർട്ട് ഫിക്ഷൻ ചിത്രങ്ങളുണ്ട്, ഡോക്യുമെൻ്ററികളുണ്ട്, പിന്നെ മ്യൂസിക് വീഡിയോകളുണ്ട്. അതുകൂടാതെ പുതിയ കാറ്റഗറി ആയിട്ടുള്ള അനിമേഷൻ ചിത്രങ്ങളുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള അനേകം രൂപങ്ങളിലൂടെയാണ് ഫോക്ക്ലോർ എന്ന തീം പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 8ാമത്തെ ഫോക്ക്ലോർ ഫിലിം ഫെസ്റ്റിവൽ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും പ്രത്യേകിച്ച് അത് വിലയിരുത്തുന്നതിനും നിങ്ങളെല്ലാവരും എത്തിച്ചേരുമല്ലോ. ഇത്തരത്തിൽ ഈ വർഷമാണെങ്കിൽ പ്രത്യേകിച്ച് നേരിട്ടുള്ള സ്ക്രീനിങ് കൂടാതെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടി സജ്ജമായിട്ടുണ്ട്. അതിലും നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇരുന്നു കൊണ്ടും ഈ സിനിമകൾ ആസ്വദിക്കാവുന്നതാണ്. വെറും ആസ്വാദനമല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ബോധപൂർവമായ ഇടപെടൽ പ്രതികരണങ്ങളായും മറ്റും ഈ ഫിലിം ഫെസ്റ്റിവലിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്.